ഹായ് ഫ്രണ്ട്സ്, ഇന്നേ കുറച്ച് നെത്തോലി മീനാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. കാരണം ചൂര മീൻ ഇപ്പം കിട്ടാനില്ല, ഭയങ്കര വിലയാ. വിലയെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് തരുന്നില്ല, ബൾക്ക് ഓർഡറിന് ഞങ്ങൾക്ക് തരുന്നില്ല, റീറ്റെയിൽ ആയിട്ടേ അവർ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നിവർത്തി ഇട്ടിട്ട് ഞാൻ കുറച്ച് നെത്തോലി മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് തരാനാണ്. അച്ചാറിട്ട് നെത്തോലി മീൻ അച്ചാർ സൂപ്പറാണ്. പിന്നെ ഇത് ഇത്രയും ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നെത്തോലി മീൻ ട്രൈ ചെയ്യാത്ത. എന്തായാലും ഞാൻ ഇനി നെത്തോലി മീൻ അച്ചാറും നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് നെത്തോലി മീൻ അച്ചാർ ഇട്ടാലോ. ഞാൻ കുറേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കുറേ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറേ ഇരിപ്പുണ്ട് വൃത്തിയാക്കി എടുക്കാൻ. എന്നാൽ നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് കാണാം. കുറേ നേരം പാടുപെട്ട് നമ്മുടെ മീനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം എന്താ പറയുക, തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി എടുക്കണം കേട്ടോ. വലിയ പാടാണ് നെത്തോലി മീൻ അച്ചാറിടുന്നൊക്കെ. എന്താ പറയുക, വൃത്തിയാക്കുന്നതേ ഉള്ളൂ, അല്ലാതെ അച്ചാറിടുന്ന എല്ലാത്തിനും ഒരേ പ്രോസസ്സാണ്. പക്ഷെ ഈ വൃത്തിയാക്കി എടുക്കുന്നുണ്ടല്ലോ, ഇച്ചിരി നേരത്തെ പണിയാണ്. ഞാൻ നമ്മുടെ നെത്തോലി മീൻ മുഴുവനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉപ്പൊക്കെ ഇട്ടാണ് കഴുകി എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് പുരട്ടി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ നെത്തോലി മീനൊന്ന് പുരട്ടി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് സമയം കിട്ടുന്നത് പോലെ വെച്ചിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാവേ. നമ്മുടെ ഈ അരപ്പൊക്കെ ഇതിൽ പിടിച്ചു കിട്ടണം. അതിനാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, ഞാൻ എന്നാലും അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ മീൻ വറുക്കാൻ നേരത്തെ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറിടും, അത്രേ ഉള്ളൂ. അപ്പൊ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതെന്തേലും ചെയ്യാവേ. അങ്ങനെ നമ്മുടെ നെത്തോലി എല്ലാം ഞാൻ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്വാണ്ടിറ്റി നല്ലപോലെ കുറഞ്ഞു, പകുതിയായി. തലയും പാലും ഒക്കെ കളഞ്ഞപ്പോഴേ പകുതി തീർന്നു. അത് കഴിഞ്ഞ് വറുത്തും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് അച്ചാറിടാം കേട്ടോ. ഞാൻ പിന്നെ പല പ്രാവശ്യം അച്ചാറിടുന്ന വീഡിയോ, അതായത് ബീഫ് അച്ചാർ, മീനച്ചാർ, എല്ലാ അച്ചാറിടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ചാറിടുന്ന കാണിക്കുന്നില്ല, പകരം അച്ചാറിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് കേട്ടോ. നെത്തോലി മീൻ അച്ചാർ റെഡിയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ കുറച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, അയ്യോ നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. എന്നിട്ട് ഇതാണ് അതിൻ്റെ ടെക്സ്ചർ കേട്ടോ. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെത്തോലി മീൻ അച്ചാർ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം ഓർഡർ ചെയ്തേക്കുക. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞാൻ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.